ഇനി അമർനാഥ് ക്ഷേത്രത്തിലേക്ക് 3 കിലോമീറ്ററാണ് ദൂരമുള്ളത്. ഇത് ബൽത്താൽ വഴി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണ്. അതിനിപ്പുറം കൂടി ഒരു വലിയൊരു നദി ഒഴുകുന്നുണ്ട്. അതിൻ്റെ ഇപ്പുറം കൂടി ഇതാ കാണുന്ന വഴിയാണ് പഹൽഗാം വഴി പോകുന്നത്. പഹൽഗാം വഴിയും ബൽത്താൽ വഴിയും 2 റൂട്ടുകളാണ് ഇവിടത്തേക്ക് വരുവാൻ ഉള്ളത്. ഇങ്ങനെ 2 റൂട്ടിൽ കൂടി തീർത്ഥാടകർക്ക് ഇവിടെ എത്താം. എന്നാൽ ഇപ്പോൾ പഹൽഗാം വഴിയുള്ള വഴി അടച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ബൽത്താൽ വഴി മാത്രമേ ഇപ്പോൾ ഇവിടെ എത്തുവാൻ സാധിക്കുകയുള്ളൂ. ഇതാ നോക്കൂ, അടുത്ത ഒരു വെള്ളച്ചാട്ടം. എത്ര ഉയരത്തിൽ നിന്നുമാണ് ആ വെള്ളച്ചാട്ടം വരുന്നതെന്ന് നോക്കുക. ഇത്രയും ഉയരത്തിൽ നിന്നാണ് ഈ വെള്ളച്ചാട്ടം താഴേക്ക് പതിക്കുന്നത്.